ഇവിടെ വീട്ടുകാരൊന്നുമില്ല. ഞങ്ങളൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്നവരാ ചേച്ചി. തുടക്കത്തിലെ ഈ അളിഞ്ഞ കോമഡിയൊക്കെ പറഞ്ഞാല് വ്യൂവേഴ്സ് കുറയും. നമുക്ക് അകത്തിരുന്ന് നല്ല കൗണ്ടറുകൾ പറയാം. കൗണ്ടർ ആണെങ്കിൽ വാ. ഇതൊരു ബിഗ് ഫാമിലി ആണല്ലോ. ഈ പേരുടെ മഷീന്ന് മൊത്തം പേരും. ചേച്ചി അവതരിച്ചു കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചോദിക്കാം. ചേച്ചി, നിങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യം എന്താണ്? ഞങ്ങളുടെ ഈ വീടിന്റെ അവസ്ഥ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അയ്യോ, ഇത്ര വലിയ വീട് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഇത് പിങ്ക് കാർഡായിരിക്കും. ഞാൻ ആദ്യമേ അത് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചതാണ്. അല്ല, ഞാനും മോനും മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. അവനാണെങ്കിൽ ഒടുക്കത്തെ ഡയറ്റ്. അവൻ അങ്ങനെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. പിന്നെ ഞാനും അങ്ങ് ഡയറ്റ് ആക്കി. എന്തിനാ വെച്ചുണ്ടാക്കുന്നത്? അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി പിടിക്കുക. എന്റെ ഭർത്താവ് അങ്ങ് ഗൾഫിലാണ്. ഇതെന്റെ ഫ്രണ്ട്, ഫേസ്ബുക്ക് ഫ്രണ്ട്. മിണ്ടി പറഞ്ഞിരിക്കാനേ കേട്ടോ. പെട്ടെന്നൊന്ന് തീർത്തായിരുന്നെങ്കിൽ മിണ്ടിയും പറഞ്ഞിരിക്കായിരുന്നേ. ചേച്ചി, രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നേ. ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ? കഴിച്ചോ? ശരി ചേച്ചി. ചേച്ചി പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഒന്നും കഴിക്കത്തില്ലായിരിക്കുമല്ലോ. അല്ലേ? മീൻചാറുണ്ടായിരുന്നെങ്കിലേ പൊളിക്കാന്. മീൻചട്ടി പട്ടി നോക്കി, അതുകൊണ്ട് മീൻചാറില്ല. പൊറോട്ട കൊള്ളാമില്ലേ? ചേച്ചി ഒന്നും തോന്നല്ലേ? എനിക്കെന്തോന്ന് കൊതി. നീ വെള്ളം കുടിക്കാതെ ചാവ് കുടി. ചേച്ചി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടുത്തെ വരുമാന സ്രോതസ് എന്തുവാ? എനിക്കറിയും ജോലിയില്. എന്റെ മോനുണ്ടല്ലോ, അവൻ കാണാൻ കളിച്ച് നടക്കുന്നത്. പിന്നെ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട് ഗൾഫില്. മണലാരുണ്ടെത്തി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ ആ ചെറുക്കൻ ജനിച്ചപ്പോ അങ്ങനെ പണിക്ക് പോയതാ. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അത്ര കഷ്ടപ്പാടാ. ആ ചേച്ചിയുടെ കുന്തളിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചേച്ചി അദ്ദേഹം മണലാരത്തി കടന്ന് കഷ്ടപ്പെടുവാന്ന്. സാധാരണ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുടെ പെണ്ണുമ്പിള്ളമാരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ. ചേച്ചി, AC ഉണ്ടോ വീട്ടില്? AC-യോ? ഇവിടുത്തെ രമയുടെ വീട്ടിലെ 3 AC ഉണ്ട്. അല്ല, ഞാനത് രമയുടെ വീട്ടിൽ പോകുമ്പോഴേ രമയുടെ AC-യുടെ എണ്ണം എത്ര ഉണ്ടെന്ന് ഞാൻ എഴുതിക്കോളാം. ഞാൻ ഇവിടുത്തെ കാര്യം ചോദിച്ചേ, എത്ര AC ഉണ്ട്? AC എന്ന് പറഞ്ഞ എന്തോ സാധനം എനിക്ക് അറിഞ്ഞൂടാ. അതോ? നോണ്ട. അയ്യോ, അത് ഉപയോഗിക്കത്തൊന്നുമില്ല. ചുമ്മാ പേരിന് വാങ്ങിച്ചു വെച്ചതാ. ഞങ്ങൾ ഉപയോഗിക്കാത്ത പോലും ഇല്ല. എത്ര ചൂടാന്ന് വന്നിട്ട് പോലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ചേച്ചി, സെൻസറിങ് പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു വട്ടം കൂടി വരും കേട്ടോ. എന്തിനാ വീണ്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിരുന്നു? അല്ല ചേച്ചി, അവിടെ ഒരു ജമന്തിയുടെ പൂ കണ്ടു കേട്ടോ. അപ്പൊ 2 ആഴ്ചയോടെ കഴിയുമ്പോഴേ അതിനൊരു തൈ ആവും. അതെനിക്ക് വേണമായിരുന്നു. അതിനാ. അപ്പൊ ഞാൻ വന്ന് മേടിച്ചോട്ടെ. ചേട്ടാ, ഈ വീട്ടിൽ ആരെങ്കിലും ആണോ? ആണ്. ഈ വീട്ടിലെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരുമോ? ഞാൻ സെൻസസിന് വന്നതാ. ചോദിച്ചോ, പറഞ്ഞുതരാം. ചേട്ടാ, ഈ വീട് ടോട്ടൽ എത്ര പേരുണ്ട്? 4. ചേട്ടാ, ഈ വീട് മൊത്തത്തിൽ കോൺക്രീറ്റിലാണോ പണിഞ്ഞിരിക്കുന്നത്? മൊത്തം കോൺക്രീറ്റ് അല്ല. അടുക്കളയുടെ അവിടെ ചെറുതായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ കമ്പിച്ചിട്ട് തുരുമ്പിച്ചതാ. തീറ്റി എടുക്കണം. ചേട്ടാ, ഇവിടുത്തെ ബാത്റൂമിന് സെപ്റ്റിക് ടാങ്ക് ആണോ അതോ കുഴിയാണോ? 2 അല്ല, പറമ്പ. പിന്നെ ഇവിടുത്തെ വരുമാന സ്രോതസ് എന്താണെന്നൊന്ന് പറയാമോ? കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് കളയുവാന്ന് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് അരിച്ചാക്കിന് വല്ല 10 എല്ലാം അങ്ങ് പണയത്തില്ല. എനിക്ക് റെസിപ്റ്റ് ഇട്ടിരിപ്പുണ്ട്. ചെയ്യാൻ കാർ ഇവിടുത്തെ ആണോ? അപ്പൊ പിന്നെ എന്റെ കാറാ. ചേട്ടൻ തറ അല്ല, അയ്യോ അല്ല, വീടിന്റെ തറ എന്തുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്? തറ ടൈല, ചിലയിടത്ത് പൊള്ളയാണ്. പിടിച്ചോളാം, നിങ്ങളുടെ ഇന്റർവ്യൂ ഒന്ന് കഴിയട്ടെ. പ്രധാനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന പാചക വാതകം എന്താണ്? സ്വിഗ്ഗി സൊമാറ്റോ. സ്വിഗ്ഗി സൊമാറ്റോയോ? സംശയം തീർന്നു. കുറെ ബില്ല് കിടപ്പുണ്ട്. ചേട്ടൻ ഡിക്കി തുറക്കാൻ നോക്കുവാണോ? അവിടെ അതിന്റെ ഇപ്പുറത്തൊരു സാധനം ഉണ്ട്. അവിടെ ഇങ്ങനെ കാണിച്ചാൽ മതി, അന്നേരം വരും. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, can you please? അയ്യോ, അപ്പൊ ചേട്ടന്റെ വണ്ടി അല്ലേ? ഞാൻ ഗൾഫിലായിരുന്നു. 1 മണിക്കൂർ മുമ്പുള്ള ഫ്ലൈറ്റ് വന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇങ്ങോട്ട് ട്രൈ ഔട്ട് ആവുന്നില്ല. can you please? Of course. അല്ല, എങ്ങോട്ടാ? ഞാനിവിടെ സെൻസസിന് വന്നായിരുന്നേ. ആണോ? ചോദിച്ചു. അല്ല, എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയായിരുന്നു. ഡീറ്റെയിൽസ്? ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. പിന്നെ ആര് പറഞ്ഞു തരാനാ? ഒരു ചേട്ടൻ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നായിരുന്നു. അയലത്തുകാർക്ക് എന്നെ പറ്റിയിട്ട് അറിയത്തില്ലല്ലോ. എന്റെ അച്ഛനും അമ്മയൊക്കെ കുഞ്ഞിലെ മരിച്ചു പോയതാ. അല്ല, ഒരു പ്രായം കുറഞ്ഞ ചേട്ടനായിരുന്നു. ചെറിയ മീശയൊക്കെ ആയിട്ടുള്ളൊരു ചേട്ടൻ. അച്ഛൻ? അച്ഛനപ്പം
ഞങ്ങളെ വിട്ട് പോയിട്ടില്ലല്ലേ? ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അച്ഛാ. അപ്പൊ ഇത്ര നേരം ഞാൻ ആത്മാവിനോടാണോ സംസാരിച്ചത്? അയ്യോ ശരി സാറേ എന്നാ. ശരി. അപ്പൊ ശരി, ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അല്ല പേരെന്തായിരുന്നു? നിഹാൽ ചൗധരി. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നീ പറയാൻ ബംഗാളിയായിരുന്നു? എന്താ ചേച്ചി ഇതുവരെ മറ്റേ കൊത്ത പറയുന്ന ബംഗാളികളല്ലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് 10-25 കൊല്ലമായി ചേച്ചി. ഞങ്ങളൊക്കെ ഫ്ലുവന്റ് ആയിട്ട് അങ്ങ് മലയാളം പറയും. ചേച്ചിക്ക് കുമാരനാശാന്റെ കവിത നാക്ക് കുഴയാതെ പാടാൻ പറ്റുമോ? എന്നാ ഞങ്ങൾക്ക് പറ്റും. വീണ പൂവേ കുമാരനാശാന്റെ വീണ പൂവേ. ചേച്ചിക്ക് അറിയാവോ ഈ പാട്ടെങ്കിലും? അയ്യോ ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. എവിടെയോ ചിലടത്തെ മലയാളികളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിടത്തില്ല. പൊതുവെ മലയാളികൾ കള്ളച്ചോറ് എന്നുള്ള പരിപാടിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ വേറൊരു നമ്പർ അങ്ങനെ. ഫോർ എക്സാമ്പിൾ സേട്ടാ ഇവിടെ പണി ഉണ്ടോ സേട്ടാ? നല്ലതായിട്ട് പണി ചെയ്തു തരാം. ഫുൾ വർക്ക് ഞാൻ ചെയ്തോളാം. അയ്യോ ഈ സെൻസറിംഗ് എനിക്കൊരു കാര്യം മനസ്സിലായി. മലയാളികളെക്കാട്ടിലും മനസ്സുള്ളതും കേരളത്തിലുള്ള കുറച്ച് പ്രതിബദ്ധതയുള്ളതും നിങ്ങൾക്കാണ്. മലയാളികൾക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ. നിങ്ങളില്ലായിരുന്ന കേരളം എങ്ങനെ ഡെവലപ്പ് ആയിരുന്നു? ജിതേഷ് വർമ്മ NRD പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഡീറ്റെയിൽസ് ഈ വീടുമായിട്ട് എന്തോ തെറ്റുണ്ടല്ലോ. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരാ? അല്ല, ജിതേഷ് വർമ്മ. യെസ്, ഞാൻ തന്നെയാണ്. സെൻസറിങ്ങിന് വല്ലതും വന്നതാണ്? അതെ, സെൻസസിന് വന്നതായിരുന്നു. താങ്കളുടെ ഒരു വാർഷിക വരുമാനം എത്രയാണെന്നൊന്ന് പറയാമോ? ഈ വർഷം ഇച്ചിരി കുറവാ. 90,000 കോടി രൂപ. അത്രേ ഉള്ളൂ. 90,000 കോടിയോ? ഈ വീട് ആരുടെയാ? ഇതെന്റെ വീട് തന്നെ. ഇപ്പൊ ഇവിടെ ആരാ താമസിക്കുന്നത്? ഞാനാ താമസിക്കുന്നത്. ഒറ്റയടിക്ക് നിങ്ങൾ കാണുന്നില്ല. എക്സ്ക്യൂസ് മീ, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കായിരുന്നു. സാറിന് എത്ര കമ്പനി ഉണ്ടെന്നായിരുന്നു പറഞ്ഞു? ഇന്നലത്തെ കൂടെ കൂട്ടി എനിക്കൊരു 16 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത നമ്മുടെ ഒരു സ്റ്റോക്കില് നമ്മുടെ NRD കമ്പനി ആഡാവുന്നുണ്ട്. സ്റ്റോക്ക് എടുക്കുന്നുണ്ടോ? സാറിന് ജോലിക്കാരെ വല്ലതും വെച്ചുകൂടായിരുന്നോ? സാറിന് ഭയങ്കര പൈസ ഒക്കെ ഉള്ളു. അതൊക്കെ എന്നെ പോലെ റിച്ച് ആൾക്കാർക്ക് പറ്റിയ പരിപാടിയല്ല. മാസം ഒരു 5,000 രൂപയൊക്കെ അവർക്ക് കൊടുക്കണ്ടായിരുന്നു. അൾട്രാ പ്രോമാക്സ് ദരിദ്രവാസി തന്നെയല്ലേ? വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് പോകുന്നത്? കുഴിയെടുത്തിട്ടാണ് വെള്ളം അവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വൈദ്യുതി എന്ന് പറയുമ്പോൾ മണ്ണെണ്ണ വിളക്കാണ്. ഇപ്പോൾ ഒരു 2 മെഴുകുതിരിയും കൂടെ മേടിച്ചിട്ട്. എനി മോർ ക്വസ്റ്റ്യൻസ്? അവിടെ ഒരു 3 കോടി കൊടുത്തേക്ക്. 50 കോടി ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ചെക്കുണ്ട്, ചെക്ക് വേണം നമുക്ക്. NRA അക്കൗണ്ടല്ലേ? ഓക്കെ, വേണ്ട. ഞാൻ ആ വണ്ടി ക്യാൻസൽ ചെയ്ത സാധനമാണ്. നമുക്ക് ഓടി വേണ്ട. ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ ഒരു കളർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മതി.